ഇത് ഞാനൊരു എൻഗേജ്മെൻറ്റിന് റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ട് ലെൻസ് വെക്കുന്നവർക്ക് നമ്മൾ വലിയ പാടുള്ളൊരു കാര്യമൊന്നുമല്ല. പിള്ളേർക്കൊക്കെ ഭയങ്കര ടെൻഷനുണ്ട്, ലെൻസ് വെച്ചെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒന്നുമില്ല, ഒരു 10 മിനിറ്റ്സ് നമ്മളവിടുന്ന് അഡ്ജസ്റ്റ് ആവാൻ എടുക്കുന്നൊരു ടൈമേ ഉള്ളൂ. പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ, ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഞാനിതൊരു ഡ്യൂവി ഫിനിഷ് എയർ ബ്രഷ് മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വരുന്ന ബ്രൈഡ്സ് എല്ലാം ഇപ്പോൾ റിസപ്ഷൻ മേക്കപ്പ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് പുട്ടി മേക്കപ്പ് വേണ്ട. ഫോട്ടോസിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഒരുങ്ങി ചെല്ലുമ്പോൾ ആൾ മാറിപ്പോവല്ല് എന്നിങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധം പിടിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പം നമ്മൾ എത്ര ഒരു ചെറിയ ഒരു പൗഡർ ഇട്ടാൽ പോലും നമ്മുടെ ഫേസിൽ അത്ര ഒരു ചേഞ്ച് വരും. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നല്ല ചേഞ്ചസ് വരും, പ്രത്യേകിച്ച് ലെൻസൊക്കെ വെക്കുമ്പോൾ. പക്ഷെ നമ്മൾ വളരെ സൂക്ഷിച്ച് ഡ്യൂബി ഫിനിഷ് ഒരു എയർ ബ്രഷ് മേക്കപ്പ് ചെയ്താൽ നമുക്ക് വലിയൊരു മാറ്റം വരത്തില്ല. അപ്പം എനിക്ക് വരുന്ന ബ്രൈഡ്സ് എല്ലാം തന്നെ അങ്ങനെയാണ് കേട്ടോ. വലിയൊരു ചേഞ്ച് വേണ്ട, കാര്യം വീട്ടുകാരും വളരെ കൺസേൺ ആണ്, വലുതായിട്ട് കുട്ടി മാറിപ്പോകണ്ട. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ചെയ്യാറ്. അപ്പോൾ കോണ്ടോറിങ്, ബ്ലഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫേസിൻ്റെ ഒരു ചേഞ്ചസ് വരുത്തുന്നത്. പിന്നെ ഇപ്പം സ്വെറ്റ് ആകുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടും വേർത്തൊലിച്ച് പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഡ്യൂവി ആയിട്ട് തന്നെയാണ് എൻ്റെ ബ്രൈഡ്സിനെല്ലാം തന്നെ ചെയ്യാറ്. എയർ ബ്രഷ് മേക്കപ്പും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് മേക്കപ്പ് ഡിപ്പെൻഡ് സ്കിന്ന് വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ഇപ്പോൾ പല കുട്ടികളും എന്നോട് പറയും ട്രയൽ നേരത്തെ കൊടുക്കണം. പക്ഷെ നമുക്ക് ട്രയൽ നേരത്തെ കൊടുത്തിട്ട് കാര്യമില്ല. കാര്യം എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തെയും ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്യുന്നത്. നമുക്ക് മേക്കപ്പ് പോലും നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഡ്രസ്സ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടൂ, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം. പിന്നെ വെറുതെ ഒരു ട്രയൽ മുൻപേ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഡേയിൽ തന്നെയാണ് ഞാൻ ട്രയൽ നോക്കാറ്. എങ്ങോട്ടാണ് ഹെയർ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ്, ഏത് സൈഡാണ് ചേരുന്നത് അതൊക്കെ തന്നെ അന്നത്തെ ദിവസം തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു ഡ്യൂവി ഫിനിഷ് എയർ ബ്രഷ് മേക്കപ്പായിരുന്നു. കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ഷെയ്ഡായിരുന്നു ഡ്രസ്സ്. ഇപ്പോൾ ഈ കളർ ഭയങ്കര ട്രെൻഡ്. ഈ ഷോൾ ഇങ്ങനെ ഇട്ട് നോക്കി, പക്ഷേ ചേർന്നില്ല. പിന്നെ ഞാനിത് വൺ സൈഡ് ഇട്ടപ്പോൾ നന്നായിട്ട് ചേർന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ, നമ്മുടെ വർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇങ്ങനെ ഇട്ടപ്പം അവൾക്കും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ചെറുതായിട്ട് നല്ല ഹെയറുള്ള കുട്ടിയാണ്. കുഞ്ഞൊരു ഹെയർ എക്സ്റ്റൻഷൻസിനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, ഫേസിൽ അങ്ങനെ ഒരു പുട്ടി മേക്കപ്പ് ഇല്ല. ഐഷാഡോ അവൾക്ക് ഇച്ചിരി ഐഷാഡോ വേണമെന്ന് പറഞ്ഞിരുന്നു. മാലയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു മാറ്റ് ഫിനിഷ് മാലയായിരുന്നു കേട്ടോ. ഒരു പേസ്റ്റൽ ഒലിഫിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു മാലയ്ക്ക്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്നോ എന്നായിരുന്നു കുട്ടിയുടെ പേര്. ഹെയർ ആക്സസറീസ് ഞാൻ അതിന് ചേരുന്നത് തന്നെ സെറ്റ് ചെയ്തു. കേൾസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പീച്ച് പ്ലസ് ഒരു മെജന്ത കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കയ്യിലൊക്കെ തന്നെ ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒക്കെ തന്നെ ആഡ് ചെയ്തു. ആൾ വീട്ടിൽ നിന്ന് എന്തായാലും നമ്മൾ അരമണിക്കൂർ മുമ്പ് തന്നെ റെഡിയാക്കി കൊടുത്തു. ലാസ്റ്റ് ടച്ചപ്പൊക്കെയാണ് ചെയ്യുന്നത്. വീണ്ടും എയർ ബ്രഷ് വെച്ച് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ലാസ്റ്റാണ് സെറ്റ് ചെയ്യത്തുള്ളൂ. കാര്യം എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്താൽ പിന്നെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കുട്ടിയോട് ചോദിക്കും, നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആഫ്റ്റർ സെറ്റിംഗ് നടക്കില്ല. അപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ആളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.